പത്തനംതിട്ടയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആദർശ് ഒരു സത്യവും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ആ സത്യങ്ങളെല്ലാം ആദർശ് മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സംശയമുണ്ട്. ആദർശിൻ്റെ പെട്ടെന്നുള്ള ഈ ഒരു പെരുമാറ്റത്തിൽ, സ്വഭാവ മാറ്റത്തിൽ എല്ലാവർക്കും ഭയങ്കര സംശയമുണ്ട്. എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും? ഈ സത്യങ്ങൾ നയനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത തലത്തിലൂടെ ഇപ്പോൾ കഥ മുന്നോട്ട് പോകുകയാണ്. ആദർശ് ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. ദേവയാനി അനിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അനിയെ സമാധാനിപ്പിച്ചു. പക്ഷേ അനിയോട് ആദർശ് ദേഷ്യം കാണിച്ചതിൻ്റെ പേരിൽ നയന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദർശിനോട് പറയുകയും, ആദർശയുടെ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ആദർശയുടെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, എന്താ കാര്യം, അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഞങ്ങൾക്കും അത് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ നയന പറഞ്ഞു. അത് കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ തിരിച്ചെന്താണെന്ന് സത്യം തുറന്നു പറയാനായിട്ടോ ആദർശ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, നയനയോട് ദേഷ്യപ്പെടുകയും കൂടിയാണ് ആദർശ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആദർശ് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയ ടൈമിൽ കാറിൽ കയറുന്നതിന് മുന്നേ തന്നെ നയന പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഇത്രയും നാളും ഞാൻ എല്ലാ കാര്യങ്ങളും ആദർശേട്ടനോട് പറയുമായിരുന്നു. പക്ഷേ അമ്മ എന്നോട് സംസാരിച്ചു തുടങ്ങിയ കാര്യം, എന്നെ സ്നേഹിച്ചു തുടങ്ങിയ കാര്യം പറയാത്തത് കൊണ്ട് വലിയൊരു ഭൂകമ്പം തന്നെ വീട്ടിലുണ്ടാക്കി. അങ്ങനെയുള്ളപ്പോൾ ഇനി ഈ ഒരു പ്രശ്നവും കൂടി ആയി, ഇങ്ങനെ ആദർശമായിട്ട് ഈ ഒരു കാര്യം കൂടി മറച്ചു വെക്കുകയാണെങ്കിൽ അതൊരിക്കലും മുന്നോട്ട് പോകാൻ, നമ്മുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും എന്നൊക്കെ നയന പറഞ്ഞു. എന്നാലും ആദർശ് സത്യം തുറന്നു പറയാനായിട്ട് തയ്യാറല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നയന തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു പേടി ആദർശനുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് സമാധാനമാണ് വേണ്ടത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനുണ്ട്. അതിൽ എനിക്ക് എപ്പോഴും എല്ലാം എനിക്ക് നിന്നോട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നീ എനിക്ക് കുറച്ച് സമാധാനമാണ് തരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി കാറിൽ കയറാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ആദർശിന് തല ചുറ്റി വീഴാനായിട്ട് നോക്കി. പെട്ടെന്ന് തല ചുറ്റി ദേഹമൊക്കെ തളർന്നു പോവുകയും പെട്ടെന്ന് അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റിയും നയനയും കൂടി ചേർന്ന് ആദർശിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നയനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞത്, ആദർശിന് ഇപ്പോൾ പൂർണ്ണ റെസ്റ്റ് വേണം, BP കൂടുതലാണ്, ഒരു കാരണവശാലും BP താഴുന്നില്ല, ഭയങ്കരമായിട്ട് ഹൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട്. ആ ഒരു കാര്യം നയനെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അതെന്താണെന്ന് പരിഹരിക്കാൻ നോക്ക്. ഇല്ലായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ BP കൂടി ചത്തുപോകേണ്ട അവസ്ഥയുണ്ടാകും, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഭയങ്കര ഡേഞ്ചറാണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര ഒരു ടെൻഷൻ കൂടി. തിരികെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു ദിവസം കിടത്തിയിരിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് മേടിച്ചു. തിരികെ പോകുന്ന സമയത്ത് തന്നെ നയന ഇതിനെപ്പറ്റി ആദർശനോട് ചോദിച്ചു. പക്ഷേ ഞാനൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, എനിക്ക് ടെൻഷനുണ്ട്, പക്ഷെ ഞാൻ അത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മയുടെ കാര്യം എന്ന് പറയുമ്പോൾ അമ്മ നിന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അമ്മ നിന്നെ സ്നേഹിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണെന്നും അതുകൊണ്ട് എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ നിന്നോട് പറയുന്ന കാര്യം നീ അതേ രീതിയിൽ എടുക്കണമെന്നില്ല, നീ ചിലപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും പറയാതെ ആദർശ് തിരികെ വീട്ടിൽ പോയി. ഇപ്പോൾ നന്ദുവിനെ അനി ഒരുപാട് വട്ടം വിളിച്ചു, പക്ഷേ നന്ദു കോൾ എടുക്കുന്നില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തുഷാര നന്ദുവിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കോൾ കട്ട് ചെയ്യുന്നേ, അനി നിന്നെ സ്നേഹിക്കുന്നതല്ലേ, അപ്പോൾ വെറുതെ ഇങ്ങനെ അവനെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചപ്പോൾ നന്ദു തിരികെ വിളിച്ചു. എന്നാൽ നന്ദുവിൻ്റെ കോൾ എടുത്തത് അനാമികയായിരുന്നു. അനാമിക അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്തു. അനാമിക നന്ദു വിളിച്ച കാര്യം നേരെ ജാനകിയോട് പറഞ്ഞു. എന്നിട്ട് ജാനകിയുമായിട്ട് ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി വന്നു. എന്നാൽ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ അനി പറഞ്ഞത്, മറ്റുള്ളവരുടെ കൂടെ കറങ്ങി അടിക്കുകയും എന്നിട്ട് അനന്തപുരി തറവാടിന് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന ഇവളെ പോലെ ഇവള് ചെയ്യുന്ന പ്രവൃത്തി അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് വട്ടം നന്ദുവിനെ വിളിച്ചത് കൊണ്ട് നന്ദു തിരിച്ചു വിളിച്ചതായിരിക്കുമെന്ന് അനി പറഞ്ഞു. അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവാത്ത ജാനകിയും അനാമികയും നന്ദുവിനെ കുറ്റം പറയുകയും അനിയുടെ ഈ ഒരു അനി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്തു. എന്നിട്ട് ജാനകി പറഞ്ഞത്, എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ അനാമിക അല്ലാതെ വേറൊരു മരുമകൾ വരത്തില്ല, ഞാൻ അത്രത്തോളം അനാമികയെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മോളായിട്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്നുകൂടി പറഞ്ഞപ്പോൾ അത് അനിക്ക് സഹിച്ചില്ല. അനി തിരിച്ചു പറഞ്ഞ മറുപടി ഇത്രയായിരുന്നു,
അമ്മ ഇപ്പോൾ അവളെ സ്നേഹിച്ചു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അമ്മ അവളെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഇപ്പോൾ അവളെ സ്വാതന്ത്ര്യത്തോടെ കൂടി പുറത്തോട്ട് വിടുകയും പുറത്ത് കറങ്ങിയടിക്കാനും മറ്റ് പയ്യന്മാരുമായിട്ട് കറങ്ങി ചുറ്റി നടക്കാനും, പിന്നെ അനന്തപുരി തറവാട്ടിലെ മരുമകള് തെറ്റായിട്ടുള്ള രീതിയിൽ നടക്കുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുമായിട്ട് അമ്മ ശ്രമിക്കുകയാണെങ്കിൽ അമ്മ എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് അവൾക്കൊപ്പം ജീവിക്കാനും പറ്റത്തില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് അനി പോയി. എന്നാൽ അനീൻ്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട്. നന്ദുവിനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ നന്ദു എടുത്തില്ല, എന്നാൽ നന്ദു തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തത് അനാമികയെ. അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ദേവയാനി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ അനി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ അനി നിൽക്കുവാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ തിരികെ ആദർശും നയനയും വന്നപ്പോൾ ദേവയാനി ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഇനി എന്തായാലും ഇവനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളോട് പറയാത്ത കാര്യങ്ങൾ ഡോക്ടറിനോടെങ്കിലും അവൻ പറയുമല്ലോ, അങ്ങനെയെങ്കിലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെങ്കിലോ, അനി അത്രത്തോളം സങ്കടത്തിലാണ് എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ അനിയോട് സംസാരിക്കാനായിട്ട് ആദർശ് നേരെ റൂമിലേക്ക് പോയി. എന്നിട്ട് അനിയോട് ആദർശ് സംസാരിക്കുന്നുണ്ട്. അനി, എനിക്കിത് ഒട്ടും പറ്റുന്നില്ല, ഞാൻ നിന്നോട് അറിയാതെ ഞാൻ ചെയ്തു പോയതാണ്, എനിക്ക് അത്രത്തോളം ടെൻഷനും പ്രഷറും ഉള്ളത് കൊണ്ട് ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയതാണെന്നും നീ എന്നാൽ അത് മനസ്സിൽ വെച്ചിരിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എനിക്ക് അത്രത്തോളം ടെൻഷനും ഉണ്ട്. പക്ഷേ എനിക്ക് ആ കാര്യങ്ങളൊന്നും നിന്നോട് തുറന്നു പറയാൻ പറ്റത്തില്ല, നിന്നോടെന്നല്ല എനിക്ക് ആരോട് തുറന്നു പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഭാരം ഞാൻ ഇത് ഇറക്കി വെക്കും, ഞാൻ ആരോടെങ്കിലും ഈ സത്യം തുറന്നു പറയും. അങ്ങനെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് BP കൂടി ഞാൻ അറ്റാക്ക് വന്ന് ചാവേണ്ട അവസ്ഥ വരും. എനിക്ക് ആത്മഹത്യക്ക് വരെ ചില സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ വരെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ചിന്ത വരെ മനസ്സിൽ വരാറുണ്ട്. അത്രത്തോളം ടെൻഷനാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് എന്ന് ആദർശ് പറയുകയും എന്നിട്ട് ഞാനത് ഉറപ്പായിട്ടും എല്ലാവരോടും തിരിച്ച് ഞാൻ തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ട് ആദർശ് നേരെ റൂമിൽ പോയി. എന്നാൽ അനിയോട് ആദർശ് സംസാരിക്കുന്നത് നയന കേട്ടായിരുന്നു. ഭയങ്കര ടെൻഷനിലാണ് നയന. എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? വലിയൊരു പ്രശ്നത്തിലോട്ടാണ് ഇത് കടന്നു പോകുന്നത്. മുത്തശ്ശൻ ഇപ്പോഴും ഇതിലൊരു സീരിയസ്നെസ് കാണിക്കുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞത് നമുക്ക് കണ്ടുപിടിക്കാം, എന്തായാലും കുറച്ച് നാൾ കഴിയട്ടെ എന്നാണ്. എന്നാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആദർശിൻ്റെ ജീവന് തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.